പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് രത്നമണി ടീച്ചർ നമ്മൾക്കായി പരിചയപ്പെടുത്തുന്നത് ശ്രീരാമചന്ദ്രനെയാണ്. എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ് ശ്രീരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതിയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലം ഇളല്ലോചനം നീരദാഭം നാലാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. നമസ്തേ പ്രിയരെ. രാമായണ മാസം എന്നറിയപ്പെടുന്ന ഈ കർക്കിടക മാസത്തിൽ ഈ ചാനലിൽ, അതായത് കർണാമൃതം ഒരു ദേവതാ സങ്കല്പം എന്ന ഈ ചാനലിൽ, യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുകയാണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ധർമ്മത്തിൻ്റെ ഇരിപ്പിടവും പുരുഷോത്തമനുമായ ശ്രീരാമചന്ദ്രനെയാണ് അവതരിപ്പിക്കുന്നത്. 1000 നാവുള്ള അനന്തനു പോലും സാധിക്കാത്ത കാര്യമാണ്. എന്നാലും എന്നാൽ ആകും വണ്ണം പറയാം. ആദ്യമായി എനിക്ക് ഈ വേദി അനുവദിച്ചു തന്ന മിനിജിയോട് ഉള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. രാമായണത്തിലെ മുഖ്യ കഥാപാത്രമാണ് ശ്രീരാമചന്ദ്രൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് മഹത്തുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ധർമ്മം പുരുഷരൂപം ധരിച്ച ആളാണ് ശ്രീരാമദേവൻ. വേദം ആണല്ലോ നമ്മളുടെ അടിസ്ഥാന ശാസ്ത്രം. വേദത്തിലെ അടിസ്ഥാന ആശയങ്ങളെ സാധാരണ ബുദ്ധികളായ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ജീവചരിത്രങ്ങളുടെയും കഥകളുടെയും സഹായത്തോടെ പറയുകയാണ് ഇതിഹാസ പുരാണങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് തൈത്തിരീയത്തിലെ പ്രധാന വാക്യമാണ് സത്യം വദ ധർമ്മം ചര എന്നുള്ളത്. സത്യം പറയൂ, ധർമ്മം ചരിക്കൂ. ഇത്രയേ വേദം പറയുന്നുള്ളൂ. എങ്ങനെയാണ് ധർമ്മം ആചരിക്കേണ്ടത്? ധർമ്മം ആചരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാവാം? ആ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം? ഇതൊന്നും വേദം വിശദമായി പറഞ്ഞിട്ടില്ല. എന്നാൽ രാമായണം എന്ന ഇതിഹാസത്തിലൂടെ, അതായത് ധർമ്മപുരുഷനായ രാമൻ്റെ ജീവചരിത്രമായ രാമായണത്തിലൂടെ ധർമ്മം ചര എന്ന
വൈദികോപദേശം നമുക്ക് മുന്നിൽ വിസ്തൃതമാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സത്യം വദ എന്ന ഉപദേശത്തെ വിസ്തരിക്കുന്നു ഹരിശ്ചന്ദ്രോപാഖ്യാനത്തിൽ. ഒരിക്കൽ ശ്രീനാരദ മുനി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നു. അർഘ്യപാദ്യാദികൾ നൽകി വാൽമീകി നാരദനെ സ്വീകരിച്ച് ഇരുത്തി. അവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അവരുടെ ആ ഇരിപ്പിനെക്കുറിച്ചും ആ സംസാരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംവര നാരദം പരിപ്രപ്രച്ഛ വാൽമീകിർമുനിപുംഗവം. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംവര. തപസ്വാധ്യായ നിരതനും, അതായത് തപസ്വിയും വാഗ്മിയും മുനിശ്രേഷ്ഠനുമായ, മുനിമാരിൽ വച്ച് ശ്രേഷ്ഠനുമായ, എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമിപ്പിച്ച നാരദനോട് വാൽമീകി ചോദിച്ചു. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബര നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം. തപസ്വാധ്യായ നിരതനും തപസ്വിയും വാഗ്മിയും ശ്രേഷ്ഠനും മുനിപുംഗവനുമായ, അതായത് മുനിമാരിൽ വെച്ച് ശ്രേഷ്ഠനുമായ നാരദ മുനിയോട് വാൽമീകി ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്നോ? എന്താണ് ചോദിച്ചത്? ഒരു മനുഷ്യനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ അറിയാമോ? നിങ്ങൾക്കൊരു മനുഷ്യനെ അറിയാമോ? എന്ത് മനുഷ്യൻ? അതെ, ഒരു മനുഷ്യനെയാണ് ചോദിച്ചത്. ഒരു മനുഷ്യൻ. അതിലെന്താ ഇത്ര പറയാനുള്ളൂ എന്നാണെങ്കിൽ, ആ മനുഷ്യന് വാൽമീകി പറയുന്ന 15ഓളം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതൊരു സാധാരണ മനുഷ്യനല്ല. പിന്നെയോ മനുഷ്യന് വാൽമീകി പറയുന്ന 15ഓളം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ആ 15ഓളം ഗുണങ്ങൾ തികഞ്ഞ ഗുണവാനായ ഒരു മനുഷ്യൻ ആയിരിക്കണം. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ പറയാം, കേട്ടോളൂ. 1. ഗുണവാൻ, വീര്യവാൻ, ധർമ്മജ്ഞൻ, കൃതജ്ഞൻ, അതായത് സത്യം മാത്രം പറയുന്നവനും ആയിരിക്കണം. ദൃഢവ്രതനും ആദർശനിഷ്ഠനായിരിക്കണം. സദാചാരനിരതൻ, സർവഭൂതങ്ങൾക്കും ഹിതം ചെയ്യുന്നവൻ, വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, തന്നിൽ നിയന്ത്രണമുള്ളവൻ. പ്രിയദർശനൻ എന്ന് പറഞ്ഞാൽ തന്നിൽ നിയന്ത്രണം ഉള്ളവൻ. തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ നാട്ടുകാരെ ഒന്നും നിയന്ത്രിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല. തന്നെ നിയന്ത്രിക്കണം. തന്നിൽ നിയന്ത്രണം ഉള്ളവൻ. ക്രോധത്തെ ജയിച്ചയാൾ. ദ്യുതിമാൻ, അതായത് ചൈതന്യം ഉള്ളയാൾ. എന്താണ് ചൈതന്യം ഉള്ളയാൾ എന്ന് പറഞ്ഞാൽ? ഉള്ളിൽ എല്ലാവർക്കും ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ നമ്മളുടെ കാമക്രോധ മത ലോഭാദികൾ ഇങ്ങനെ മറച്ചിരിക്കുന്നത് കൊണ്ട് ആ ചൈതന്യം പുറത്ത് കാണുന്നില്ല. ആ ചൈതന്യം പുറത്ത് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അസൂയ, കുശുമ്പ്, കുനിഷ്ഠ, അതുപോലെ കാമം, ക്രോധം, മതം, ലോഭം ഇവയെല്ലാം പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചൈതന്യത്തെ പുറമേ കാണാൻ സാധിക്കുള്ളൂ. ആ ചൈതന്യം എവിടെയാണ് കാണുന്നത്? നമ്മളുടെ മുഖത്ത് ഇങ്ങനെ സ്ഫുരിക്കും. അതാണ് ദ്യുതിമാൻ. അങ്ങനെ ഉള്ള ആ ചൈതന്യം മുഖത്ത് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ ദുശ്ശീലങ്ങൾ, ആ ദുഷ്ടവിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ നമ്മളിലുള്ള ആ ആത്മചൈതന്യം മുഖത്ത് സ്ഫുരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളായിരിക്കണം. അതുപോലെ അതാണ് ദ്യുതിമാൻ. അനസൂയാലു, അസൂയയില്ലാത്തവൻ. അതുപോലെ യുദ്ധത്തിൽ ആർക്ക് ദേഷ്യം വന്നാൽ ദേവകൾ പോലും ഭയപ്പെടുന്നുവോ അത്രയും വീര്യമുള്ളയാൾ. ഇങ്ങനെയുള്ള ഒരാളാണ്, എത്രയും ഗുണങ്ങളുള്ള ഒരാളെയാണ് വാൽമീകി അന്വേഷിക്കുന്നത്. ആ വാൽമീകി അന്വേഷിക്കുന്ന മനുഷ്യനിലുള്ള ഗുണങ്ങൾ ആണ്
ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ. വീണ്ടും വാൽമീകി പറയുകയാണ്, അല്ലയോ നാരദരെ, അങ്ങാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ യോഗ്യൻ. എന്തെന്നാൽ അങ്ങാണല്ലോ ഈരേഴു 14 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നയാൾ. അതുകൊണ്ട് നാരദർക്കറിയാം എന്ന് വാൽമീകി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ഇത് കേട്ടതും നാരദർ 66ഓളം ഗുണങ്ങൾ തികഞ്ഞ ഇക്ഷ്വാകു വംശജാതനായ ദശരഥപുത്രനായ ശ്രീരാമൻ്റെ, അതായത് രാമചന്ദ്ര പ്രഭുവിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ധർമ്മം പുരുഷരൂപം പൂണ്ട പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര പ്രഭു അയോധ്യയിൽ വസിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചരിത്രവും എല്ലാം നാരദൻ വാൽമീകിയെ വർണ്ണിച്ച് കേൾപ്പിച്ചു. വാൽമീകി രാമായണത്തിൽ 100ഓളം ശ്ലോകങ്ങൾ, അതായത് ആദ്യ സർഗം നാരദൻ്റെ ഈ വിശദീകരണമാണ്. ശ്രീനാരദ മഹർഷിയുടെ ഈ രാമായണോപദേശം നാരദ രാമായണീയം എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ അതിന് മൂലരാമായണം, അതിനെ ആ 100 ശ്ലോകങ്ങളെ അല്ലെങ്കിൽ 100 ഗ്രന്ഥങ്ങൾ എന്ന് പറയും. അതിനെ മൂലരാമായണം എന്നും ശതശ്ലോകി രാമായണം എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. 66 ലക്ഷണങ്ങളോടുകൂടിയ 64 ഗുണങ്ങളോടുകൂടിയ ഒരാളുണ്ട്. അദ്ദേഹം ദശരഥ ഇക്ഷ്വാകുകുലജാതനും അതുപോലെ ദശരഥ പുത്രനുമാണ് എന്ന് പറഞ്ഞിട്ട്, ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത നിയതാത്മാ മഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശീ. ഇനിയും ആ ഇക്ഷ്വാകു വംശജനായ ആ ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത, ഇക്ഷ്വാകു വംശത്തിൽ ഉത്ഭവിച്ച രാമൻ എന്ന നാമത്തോടുകൂടിയ, അങ്ങനെ കേൾവി കേട്ട ആ രാമൻ്റെ ഗുണങ്ങളെയാണ് ഇനി നാരദൻ പറഞ്ഞു കൊടുക്കുന്നത്. വാൽമീകി പറഞ്ഞു 15 ഗുണങ്ങൾ. ഇപ്പം 66 ഗുണങ്ങളുള്ള ശ്രീരാമൻ്റെ ഗുണങ്ങൾ നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഒന്നാമതായി നിയതാത്മാ മഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശി. ഒന്നാമതായി പറഞ്ഞ ഗുണം ആത്മനിയന്ത്രണം. അങ്ങനെ ആത്മനിയന്ത്രണം ഇല്ല എങ്കിൽ മറ്റെന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ആത്മനിയന്ത്രണം ആദ്യം പറഞ്ഞത്. പിന്നെയുള്ളത് മഹാവീരനാണ്, അതുപോലെ ധൃതിമാൻ, ധൈര്യശാലി. ദ്യുതിമാൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മഹാവീരനാണ്, അങ്ങനെയൊക്കെയുള്ള ഒരാൾ. അതുപോലെ വശി, ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തിയിട്ടുള്ള ആള്. ബുദ്ധിമാൻ, നീതിമാൻ, വാഗ്മി, ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ്, ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ്. വിപുലാംസഹ, വിസ്തൃതങ്ങളായ കൈകളോടുകൂടിയയാളാണ്, അല്ലെങ്കിൽ നല്ല ചുമലുകളോടുകൂടിയയാളാണ്. മഹാബാഹു, വിസ്തൃതങ്ങളായ അല്ലെങ്കിൽ നീളമുള്ള കൈകളോടുകൂടിയയാളാണ്, മഹാബാഹുവാണ്. കമ്പുഗ്രീവഹ, കണ്ഠം. അതുപോലെ മഹാഹനു, ഉറച്ച താടിയെല്ലുകളോടുകൂടിയത്. അതായത് ഒരു ക്ഷത്രിയന് വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളാണ് രാമൻ എന്നാണ് പറയുന്നത്. മഹോരസ്കഹ, വിരിഞ്ഞ മാറോടുകൂടിയ മഹേശ്വാസഹ, മഹത്തായ വില്ലുവിനോടുകൂടിയ ഇങ്ങനെ തുടങ്ങി 66 ഗുണങ്ങളെ പറയുന്നു. ഗുണസമ്പന്നനും സത്യപരാക്രമനുമായ ശ്രീരാമചന്ദ്രനെ ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ
ആ ശ്രീരാമൻ്റെ മാഹാത്മ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. 1000 നാവുള്ള അനന്തനു പോലും വർണ്ണിക്കാൻ പ്രയാസമാണ് എന്ന് ശ്രീരാമചന്ദ്രൻ്റെ ഗുണങ്ങൾ. ആ ഗുണങ്ങളെയാണ് നമ്മൾക്ക് രാമായണത്തിലൂടെ വിശദമായി ധരിപ്പിക്കുന്നത്. അതായത് ധർമ്മം എന്താണെന്നും അത് എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നും കാണിച്ചു തരികയാണ് ശ്രീരാമചന്ദ്രൻ ഇവിടെ ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ ഗുണങ്ങളെ 66 എണ്ണവും നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തു. ആ ഗുണങ്ങളുള്ള ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്, അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇവിടെ രാമായണത്തിൽ കാണുന്നത്. രാമായണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭ്രാതൃസ്നേഹം, പിതൃസ്നേഹം, മാതൃസ്നേഹം, പ്രജാസ്നേഹം, അതുപോലെ സഹോദര സ്നേഹം, ഇവയെല്ലാം നമുക്ക് രാമായണത്തിൽ കാണാം. രാമായണത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെയാണ്. ശ്രീരാമചന്ദ്രൻ ഈ പറഞ്ഞ ധർമ്മം എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു പുത്രധർമ്മം, ഭർതൃധർമ്മം, അതുപോലെ ഒരു രാജ്യധർമ്മം, അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആ ധർമ്മങ്ങളെയും നമുക്ക് അദ്ദേഹം കാണിച്ചു തരികയാണ്. പിതാവിനോട് നമ്മൾ കാണിക്കേണ്ട ധർമ്മം, അതിനെക്കുറിച്ചെല്ലാം പറയുന്നു. അതെല്ലാം ഏതെല്ലാം സന്ദർഭങ്ങളിലാണെന്നുള്ളത് നമുക്ക് രാമായണത്തിൽ കാണാം. അഭിഷേകം ചെയ്യാൻ തുടങ്ങിയ ശ്രീരാമചന്ദ്രന് അഭിഷേകം ചെയ്യേണ്ട, കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെയേറെ ദുഃഖിക്കുകയും പലതും പറഞ്ഞ് കരയുകയും ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ, അമ്മ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാ വധൂനാമെന്നു നിർണയം. അച്ഛനെന്തൊന്നുള്ളിലെന്നിച്ചയെന്നാൽ അതിങ്ങിച്ചയെന്നങ്ങുറച്ചിടണം അമ്മയും. അങ്ങനെ അമ്മയ്ക്ക് ഒരു ഭാര്യയുടെ കടമയെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമചന്ദ്രൻ. പിന്നീട് ലക്ഷ്മണോപദേശത്തിൽ ദശരഥ രാജാവിനെ പിടിച്ചു കെട്ടി, ശ്രീജിതനാണ് ദശരഥ രാജാവ്, അതുകൊണ്ട് പിടിച്ചു കെട്ടി ഞാൻ രാജ്യം അങ്ങേക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ നീണ്ട ഒരു ലക്ഷ്മണോപദേശം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാമായണത്തിൽ ലക്ഷ്മണോപദേശം. ആ ലക്ഷ്മണനെ ഉപദേശിച്ച് ക്രോധം പരിത്യജിക്കേണം ബുധജനം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കുന്ന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. ഈ വാർദ്ധക്യം വന്ന് ജരയും വന്ന്, അതായത് വാർദ്ധക്യമോട് ജരാനരയും വന്നു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിലശേഷങ്ങളൊന്നും ഓരാകയാൽ ആമകുംഭാംബുസമാനമായു ആയുസ്സുടൻ ഭൂമതേതും ധരിക്കുന്നിതെല്ലാരുമേ. അങ്ങനെ ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. നമ്മുടെ ശരീരത്തെ വർണ്ണിക്കുന്നതാണ്. മണ്ണിനു കീഴായി കൃമികളായി പോകില, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കുന്നു. അങ്ങനെ ക്രോധം കൊണ്ടുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണ് എന്നും പറയുന്നുണ്ട് അദ്ദേഹം. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം, ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം, ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. ഇങ്ങനെയെല്ലാം പറഞ്ഞ്
ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കുന്നു. അങ്ങനെ ലക്ഷ്മണോപദേശം അവിടെ കഴിയുന്നു. അങ്ങനെ ഏത് എടുത്തു നോക്കിയാലും ഭഗവാന്റെ ചരിത്രത്തിൽ ധർമ്മം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എങ്ങനെ ആചരിക്കണം എന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ആണ് ശ്രീ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ കഥ ആയ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ധർമാചരണത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിമർശകർ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ജാനകി പരിത്യാഗം. അതായത് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് എന്തിനാണ്? അതും ഗർഭിണിയായ ജാനകിയെ. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് ശരിയോ? അത് ധർമ്മമാണോ? ഒരു ഭാര്യയെ, അതും ഗർഭിണിയായിരിക്കുമ്പോൾ കാട്ടിൽ ഉപേക്ഷിക്കുന്നത് ധർമ്മമല്ല. എന്നാൽ അതവൾ ഒരു രാജാവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ രാജാവിന് ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് 2 ശാഖകളുണ്ട്. ഒന്ന് മുഖ്യധർമ്മവും മറ്റേത് ഗൗണധർമ്മവും. മുഖ്യധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതിന് വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. ഒരു രാജാവിന് തൻ്റെ മുഖ്യകർമ്മം എന്ന് പറയുന്നത് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുകയാണ്. ഇവിടെ എപ്പോഴാണ് രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത്? രാജ്യഭരണമൊക്കെ കൈകേറ്റ് അതിനുശേഷം അങ്ങനെ നന്നായി നടക്കുന്ന കാലത്തിൽ ഒരു ചാരൻ മുഖാന്തരം ശ്രീരാമദേവൻ അറിയുന്നു തൻ്റെ രാജ്യത്ത് ഒരു ഗൃഹത്തിൽ ഉണ്ടായ ഒരു കലഹത്തെക്കുറിച്ച്. എന്തായിരുന്നു അവിടെ വിഷയം? അവിടുത്തെ സ്ത്രീ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി. അതിനുശേഷം അവൾ പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടിലെത്തിയത്. ഇതിനെ ചോദ്യം ചെയ്ത ഭർത്താവിനോട് അവൾ ചോദിച്ചു, രാജാവിൻ്റെ പത്നിയെ 1 വർഷം രാവണൻ ലങ്കയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം രാജാവ് സ്വീകരിച്ചല്ലോ. ഞാൻ ഈ 1 ദിവസമല്ലേ പുറത്തു തങ്ങിയുള്ളൂ, അതിനെന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? രാജാവ് 1 വർഷം കഴിഞ്ഞിട്ട് ഉള്ള ഒരാളെ അല്ലേ സ്വീകരിച്ചത്? അതായത് അവിടെ അഗ്നിപ്രവേശം ചെയ്ത സീതയെയാണ് ശ്രീരാമൻ സ്വീകരിച്ചത് ഒന്നും ആ സ്ത്രീ, അതായത് ഒരു സാധാരണ സ്ത്രീയാണ്, അവർക്കറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ രാജാവിൻ്റെ ഭാര്യ 1 വർഷം വേറൊരു ഗൃഹത്തിൽ പോയി താമസിച്ചു, തിരിച്ചു വന്നു. അവരെ സ്വീകരിച്ചു. പിന്നെ എന്താണ് 1 ദിവസം പുറത്തു പോയി താമസിച്ച് എന്നെ സ്വീകരിച്ചു കൂടാത്തതെന്നാണ് അവരുടെ ചോദ്യം. ഇതറിഞ്ഞ രാജാവിന്, അതായത് ശ്രീരാമചന്ദ്ര പ്രഭുവിന് വളരെയേറെ വിഷമം തോന്നി. തൻ്റെ പ്രവൃത്തി ജനങ്ങളുടെ ഇടയിൽ സദാചാരത്തിന് ഭംഗം വരുത്താൻ കാരണമാണെന്ന് കണ്ട് എങ്കിൽ പിന്നെ സീതയെ ഉപേക്ഷിക്കുകയേ മാർഗമുള്ളൂ. അതായത് ധർമ്മം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആളാണ് രാജാവ്. രാജാവ് ധർമ്മത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കരുത്. രാജാവ് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പ്രജകൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കും. അപ്പോൾ രാജ്യത്ത് എന്തായി പോകും? രാജ്യം അലങ്കോലപ്പെട്ടു പോകും. രാജ്യം അതിൻ്റേതായ ഉന്നതി കൈവരിക്കുകയില്ല. അതുകൊണ്ട് രാജ്യം വളരെ നന്നായി എല്ലാവരും നല്ല ശുദ്ധരായിട്ട് നന്നായിട്ട് പെരുമാറി ജീവിക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? സീതയെ, രാജാവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇവിടെ രാജാവിൻ്റെ മുഖ്യധർമ്മം രാജ്യപരിപാലനമാണ്. പ്രജകളുടെ സർവതോമുഖമായ പുരോഗതിയാണ് ഒരു ഭരണാധികാരിയുടെ മുഖ്യധർമ്മം. അങ്ങനെ അതിനെ കാണിക്കാൻ വേണ്ടിയാണ്, അതാണ് ഇവിടെ മുഖ്യമായിട്ടെടുത്തത്. അതുകൊണ്ടാണ് ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത്. അല്ലാതെ ഒരു ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഒരു ധർമ്മം അല്ല. ഇവിടെ 2ാമത്തെ ധർമ്മം, ഗൗണധർമ്മമാണ് ഭാര്യയോട് അദ്ദേഹം കാണിച്ചത്. ഈ സീതയെ കൊണ്ടുപോയി കാട്ടിൽ ഉപേക്ഷിച്ചതിന് ശേഷം ശ്രീരാമൻ ഒരിക്കലും ഒരു വിവാഹം കഴിക്കുകയോ സ്വൈര്യമായിട്ട് മനസ്സൈര്യത്തോടുകൂടി കഴിയുകയോ ചെയ്തിട്ടില്ല. ഈ
ലക്ഷ്മണനോട് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ വളരെയേറെ വ്യസന സമേതനായി വ്യസനിച്ച് അന്തഃപുരത്തിൽ ശയ്യയിൽ കിടക്കുകയായിരുന്നു. ലക്ഷ്മണൻ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് ലക്ഷ്മണനാണ് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞത്, ഒരു രാജാവ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സീതയെ കൊണ്ടുപോയി കളഞ്ഞു എങ്കിലും രാജാവിന് വളരെ സങ്കടം ഉണ്ട് എന്ന് പ്രജകളെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് രാജാവിന് ചേർന്നതല്ല. അതുകൊണ്ട് അങ്ങ് എഴുന്നേൽക്കണം, രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനാകണം എന്ന് ലക്ഷ്മണൻ പറഞ്ഞതോടുകൂടിയാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ ദുഃഖമൊക്കെ മാറ്റിവെച്ച് രാജ്യഭരണത്തിൽ വ്യാപൃതനായത്. അതുപോലെ തന്നെ വേറൊരു സന്ദർഭമാണ് ബാലിയെ എന്തുകൊണ്ടാണ് അദ്ദേഹം മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന ബാലിയെ തിളച്ചയമ്പിനാലുടൻ കൊല കഴിച്ച രാഘവ മുകുന്ദ രാമപാഹിമാം നമ്മൾ പാടാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ ബാലിയോട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ബാലി ചോദിക്കുന്നുണ്ട് രാമനോട്, വാനരമാംസമഭക്ഷ്യമത്രേപത മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇങ്ങനെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തോന്നു പറക നീ. വാനരമാംസമഭക്ഷ്യമത്രേ ബത മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇങ്ങനെയെല്ലാം ചോദിക്കുന്ന ആ ബാലിയോട് ഭഗവാൻ പറയുന്നു, യുദ്ധം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീള ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി, നിന്നെ നീ ഏതുമറിഞ്ഞാഞ്ഞതുമെടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മത്തിന് വിരുദ്ധമായിട്ട് നീ സഞ്ചരിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വധിച്ചത്. എന്താണ്? പുത്രി ഭഗിനി സഹോദര ഭാര്യ പുത്രകളത്രം മാതാവ് ഇവർ തമ്മിൽ ആ ഭേദമില്ല, ഒരു വ്യത്യാസമില്ല. മാതാവിനോട് സമരാണ് ആരൊക്കെ? പുത്രി ഭഗിനി സഹോദര ഭാര്യയെ ഒക്കെ മാതാവിന് തുല്യമായിട്ട് നമ്മൾ കാണണമെന്നാണ്. അതാണ് ധർമ്മം. അപ്പോൾ ഇവിടെ ബാലി എന്താണ് ചെയ്തത്? സുഗ്രീവനെ അവിടെ ആ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് എന്തു ചെയ്തു? സുഗ്രീവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു ബാലി. അത് ഭാര്യയായി സ്വീകരിച്ചു. അതുകൊണ്ടാണ് അത് ധർമ്മത്തിന് നിരക്കാത്തതാണ്. അപ്പം ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമ്മത്സരം നടക്കുന്നതോ നീള ഞാൻ. ഇങ്ങനെ ധർമ്മത്തെ രക്ഷിപ്പതിനായിട്ടാണ് ഞാൻ ആയുധവുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഒരു രാജാവ് എന്തു ചെയ്യണം? ധർമ്മത്തെ രക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊന്നത് എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ധർമ്മം, അവിടെ ആ ധർമ്മത്തെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് ദിക്കിലും എപ്പോൾ നോക്കിയാലും നമുക്ക് എവിടെ നോക്കിയാലും ഈ ധർമ്മത്തിനെ ആചരിക്കുന്നത് പുരുഷനായിട്ടാണ് നമുക്ക് ശ്രീരാമനെ കാണാൻ കഴിയുന്നത്. അതുപോലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭയം പ്രാപിച്ച വിഭീഷണന് അഭയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ പറയുന്നുണ്ട്, അത് ശത്രുപക്ഷത്തുള്ളയാളാണ് നമ്മളെ വന്ന് ശരണം പ്രാപിച്ചിരിക്കുന്നത്, അവരിവിടെ എന്തെങ്കിലും ചെയ്യും, വല്ലതും വേണ്ടാത്തതൊക്കെ ചെയ്തു വെച്ചാൽ അത് നമുക്ക് ദോഷമായിട്ട് വരുമെന്ന് പറയുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു, എതിർപക്ഷത്തുള്ളവരാണെങ്കിലും അവരിലും ഉണ്ടാകും നല്ലവർ, അവരെ നമ്മൾ സ്വീകരിക്കണം. അല്ല അങ്ങനെ അല്ലെങ്കിൽ തന്നെ അവർ നമ്മളെ ഉപദ്രവിക്കാനാണ് വന്നതെങ്കിൽ തന്നെ ഞാനല്ലേ ഇവിടെയുള്ളത്, ഞാനതിന് പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞാണ് വിഭീഷണനെ
രാമൻ സ്വീകരിച്ചത്. ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും വളരെ ഗഹനമായി അറിവുള്ള, ചിന്തിക്കാൻ അറിവുള്ള, പെരുമാറാൻ അറിവുള്ള അങ്ങനെയുള്ള ആളായിരിക്കണം ഒരു ഭരണാധികാരി എന്നാണ് നമ്മൾ ഇവിടെ ശ്രീരാമനിലൂടെ കാണുന്നത്. ഇപ്പം ഒരു മകൻ എങ്ങനെ പെരുമാറണം, ഒരു സഹോദരൻ എങ്ങനെ പെരുമാറണം. അവിടെ അച്ഛൻ സഹോദരന് വേണ്ടിയിട്ടാണ് രാജ്യം കൊടുക്കാൻ പറയുന്നത്. രാജ്യം കൊടുക്കാൻ പറഞ്ഞിട്ട് ലക്ഷ്മണൻ തടഞ്ഞിട്ട് പോലും, അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നിട്ട് പോലും ലക്ഷ്മണൻ തടഞ്ഞിട്ടും അച്ഛൻ്റെ വാക്കിനെ മാനിച്ച് ആ ഭരതന് തന്നെ രാജ്യത്തെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ആ അച്ഛനോടുള്ള സ്നേഹം. അത് നമുക്ക് ഭരതൻ പറയുന്നുണ്ട്, ഒരു കാട്ടിൽ പോയിട്ട് നമുക്കതൊന്നും വേണ്ട, ജ്യേഷ്ഠൻ തന്നെ ഭരണം കൈയേൽക്കണം. അങ്ങനെ പറയുമ്പോൾ സത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അച്ഛനോട് ചെയ്ത സത്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വ്യത്യയമായിട്ട്, അതായത് മറിച്ച് രാജ്യം നിനക്കും എനിക്ക് കാനനമാണ് അച്ഛൻ തന്നത്, കാനനം നിനക്കും രാജ്യം എനിക്കുമായിട്ട്, അത് പാടില്ല. അച്ഛൻ്റെ വാക്കിനെ ഒരിക്കലും മറികടക്കരുത്. അതിനെ നമ്മൾ അദ്ദേഹം പറഞ്ഞതിനെ അതേപടി അനുസരിക്കണം എന്ന് പറഞ്ഞ് സഹോദരന്മാർക്ക് വഴി കാണിച്ചു കൊടുത്ത്, അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും പുരുഷോത്തമനായ, പുരുഷന്മാരിൽ ഉത്തമോത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ ചരിതം ഉൾക്കൊള്ളുന്ന, ചരിതത്തെ പാടുന്ന നമ്മുടെ ഈ രാമായണം കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നിത്യപാരായണത്തിന് ഉപയോഗിക്കേണ്ടതാണ്. വീട്ടിലുള്ള എല്ലാവരും ഇത് കേട്ടു വളർന്നാൽ നല്ല ഒരു ഐശ്വര്യം, അവരുടെ മനസ്സിൽ ധർമ്മം എന്താണെന്ന് ചെറുതിലേ മുതലേ മുളയ്ക്കുകയും മുളപൊട്ടി വളരുകയും ചെയ്യും. അവർ വീണ്ടും ഒരു വഴക്കും, സഹോദരങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്പം ഒരു സ്ഥലത്തിന് ഒക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നില്ലേ, വെട്ടിക്കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതും ഒക്കെ, അതുപോലുള്ള കർമ്മങ്ങളിലൊന്നും അവർ ഏർപ്പെടാതിരിക്കാനും ഭർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ച് ഭാര്യമാർ ജീവിക്കാനും അതുപോലെയൊക്കെയുള്ള നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാനും എല്ലാം ഈ ധർമ്മം രൂപം പൂണ്ട ശ്രീരാമചന്ദ്രൻ്റെ ഈ ചരിതമായ ഈ രാമായണം വായിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്, നന്മയാണ്, രാജ്യത്തിനും വീടിനും നാടിനും ഐശ്വര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.